ഞങ്ങളിത് പ്രീ ബർത്ത്ഡേ ഷൂട്ടിന് വേണ്ടി വന്നതാണ്. അമ്മില്ല, നൗറി മാത്രമുള്ളത് നമ്മുടെ കൂടെ. ഷൂട്ടിന് വന്നിട്ട് ഒന്നും കിട്ടിയിട്ടില്ല. ബോള് വെള്ളത്തിൽ പോയി. പിന്നെ ഇവിടെ ഇങ്ങനെ വിശാലമായി കിടക്കണായിരുന്നു. അവള് ഓട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇന്നത്തെ ക്ലൈമറ്റ് ഒരു ക്ലൗഡി ക്ലൈമറ്റ് ആണ്. അപ്പൊ അത് കാരണം ഇവിടെ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടില് അത്ര അങ്ങനെ ബ്രൈറ്റ്നെസ് അങ്ങനെ ഇല്ല. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഇത് ഇനിയിപ്പോ ഗ്രീൻ ഗാലറിയിലോട്ട് പോകാൻ പോകും. ഫോട്ടോഷൂട്ട് വിചാരിച്ച പോലെ ആയില്ലെങ്കിലും പറ്റുന്ന പോലെ എടുത്ത് നൗറിനെ കൊണ്ടുവന്നത് നല്ലൊരു ഡിസിഷനായി പോയി. എല്ലാവരും ടയേർഡായി. ഹാനി ഒന്ന് വരൂ നോക്കട്ടെ. അവൾക്കാണെങ്കിൽ നല്ല വാശി. അവളിന്ന് നമുക്ക് സഹകരിച്ചു തരുന്നതേ ഇല്ല. വാ പൂവഞ്ഞി മതി. ശാലോന് സിംഗിൾ എടുക്കണമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നൗറി എടുത്തോണ്ടിരിക്കുക. അവന്റെ പോസ് കളയാൻ വേണ്ടിയുള്ള ട്രിക്ക് എടുത്തായിരുന്നു. അപ്പൊ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ഡെക്കറേഷനാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആക്ച്വലി ഞാൻ ഡ്യൂട്ടിയിലായ കാരണം അമ്മും നൗറിയും പിള്ളേരുമാണ് ഡെക്കറേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് നമ്മളുടെ ഫൈനൽ ഡെക്കറേഷൻ ബർത്ത്ഡേക്കുള്ളത്. ഗൈസ്, അപ്പോ വീഡിയോ ഷോർട്സ് ആയിട്ട് എടുത്തു. കാരണം ഒരു വ്ലോഗായിട്ട് കേക്ക് കട്ട് ചെയ്യുന്നതും ബാക്കിയുള്ള കാര്യങ്ങളും ഒന്നും കിട്ടിയില്ല. കാരണം അത് ഷോർട്സ് ഇടുന്നുണ്ട് അതിൻ്റെത്. അപ്പൊ ബേബിയുടെ കേക്ക് കട്ടിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഗിഫ്റ്റ് എല്ലാം കൊടുത്തു. ബർത്ത്ഡേ കേക്ക് അവള് എൻജോയ് ചെയ്ത് കഴിക്കാം. അപ്പൊ ബേബി ഇത് എല്ലാവരും കേക്ക് കൊടുക്കുന്നുണ്ട്. ഫസ്റ്റിലൊന്നും കേക്ക് കൊടുക്കുന്ന പരിപാടി ഉണ്ടായിരുന്നില്ല. ഇപ്പൊ വന്ന് കേക്ക് കൊടുക്കലൊക്കെ കഴിഞ്ഞ്. അപ്പൊ കേക്ക് കട്ട് ചെയ്യുന്നതിന്റെ ഒക്കെ ഉണ്ടല്ലോ ഷോർട്സ് എടുത്തിട്ടുണ്ട്. അത് റിലീസ് ചെയ്യാം. ഓക്കെ. അതുകൂടാതെ ഇന്ന് നമ്മൾ വിന്നർ അനൗൺസ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് ഓൾറെഡി അനൗൺസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഷോർട്സിൽ നോക്കൂ. നിങ്ങൾ ആരാ വിന്നർ എന്നുള്ളത് അതിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. ഇപ്പൊ ബേബിക്ക് ഗിഫ്റ്റ് കൊടുത്തു. യെസ്, നിന്റെ ഗിഫ്റ്റാ. ഇതാണ് എന്റെ വാപ്പടും ബർത്ത്ഡേ ഗിഫ്റ്റ്. അത് വാപ്പ ചെറുതോടത്തോ എന്നെ പൈസ ഉണ്ടാവുന്ന എല്ലാവരും ഫേക്കാണ്. മോതിരിടാൻ വരല്. മോതിരിടാൻ ആൾ സമ്മതിക്കുന്നില്ല. ചെറിയൊരു മോതിരം ഇടാനുള്ള ഇതില്ല. പിന്നെ എന്റെ അടുത്തത് അയ്യോ, ഈ വലിയ മാലയുടെ ചെറിയ മാല പോയി. അവൾക്ക് അവളതിനകത്തൊന്നും ശ്രദ്ധിക്കണില്ല. കേക്ക് കഴിക്കണ തിരക്കിലാണ്. ഇനിയിപ്പോ ഇത് കഴിഞ്ഞ് നേരെ ഫുഡ് കഴിക്കാൻ പോടും. ഇത് കഴിഞ്ഞ് നേരെ ഫുഡ് കഴിക്കല്. അതാണ് ഇന്നത്തെ പരിപാടി. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ഫുഡ് കഴിക്കാൻ പോവാം.
Stay tuned. അവളുടെ See ഡ്രസ്സൊക്കെ you one മാറ്റിയിട്ട് ഈ ഡ്രസ്സ് ഇട്ടിട്ട് പോവാൻ പറ്റില്ല. നമ്മൾ നേരെ വില്ലേജ് മാളിൽ വന്നു. കുറേ ആയി ഇവിടെ വന്നിട്ട്. ജസ്റ്റ് ഇവിടെ ഇപ്പോൾ വന്നതാണ്. ഇപ്പോൾ രണ്ടാമതൊന്ന് ഇവിടെ വന്ന് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാൻ കരുതി. ബേബി ആണെങ്കിൽ നല്ല ഉറക്കത്തിലാണ്. അല്ല എണീറ്റ് ഓടുവോ? ഏത് Video ka? ഓഹോഹോ, എന്തിനാ സാധനം നമ്മ ഇവിടെ വന്ന്? ബേബിയുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ആക്കി നമ്മൾ ഫുഡ് കഴിക്കും. ഫുഡ് കഴിക്കാനാ? അതെ, ആൽബം KFC അതിനൊപ്പം പിസ്സ. അതെ. ഓ ഭയങ്കര. അതിനൊപ്പം നമ്മൾ സെലിബ്രേറ്റും ആക്കണം. അതെ. ഇവിടെ എന്തോ ഇതിനുണ്ടാ സ്പെൻഡ് ആൻഡ് വിൻ 200 ഖത്തർ റിയാൽ. ഇവിടെ നോക്കിയിട്ട് വരട്ടെ. ഷൂവാ നോറി സപ്പോർട്ടിന് പോയിട്ടുണ്ട്. ക്ഷീണം മാറി. അവിടുത്തെ ഷോർട്സിന് തന്നെ 256 റിയാൽ. അപ്പോൾ സൂപ്പർ അഫോർഡബിൾ ആണ്. എത്രയാണ്? 256. ശരി ശരി, ഓക്കെ ഓക്കെ. ആരെ കാണാത്ത ഒക്കെ ബ്രാൻഡഡ് ഐറ്റം വല്ല വാങ്ങിക്കണവർ കയറുള്ളൂ. ആ ശരി. അടിപൊളിയില്ലേ? ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് പ്ലാസ്റ്റിക്കാ. ഇതും സെയിം കണ്ടില്ലേ? യെല്ലോ നോക്കിയേ, ശാല നോക്കിയടാ, നല്ല സൂപ്പറായിട്ട് കാണാം അല്ലേ? അത് നല്ല ഭംഗിയുണ്ട്. ചെറിയൊരു ഫോട്ടോ സെഷനായിരുന്നു കണ്ടില്ലേ? ഈ മഞ്ഞ ഇതിൻ്റെ അവിടെ വെച്ചിട്ടും അതിൻ്റെ അവിടെ. പക്ഷേ അത്ര പ്രതീക്ഷിച്ചത്ര പോലെ ഒരു ഫോട്ടോ കിട്ടിയില്ല. നമ്മളെന്താക്കിയാലും അടുത്ത ഏരിയയിലേക്ക് പോവാണ്. ലാസ്റ്റ് വരെ പോയി നോക്കാം, ഇതൊരു നല്ല ഫോട്ടോസ് കിട്ടിയാലോ. ബേബി ഷാർക്കിനെയും പിടിച്ച് നടക്കുന്നില്ലേ? ബേബി ഷാർക്കിനെയും പിടിച്ചാണ് നടക്കുന്നത്. ആ നമ്മൾ ഫുഡ് കോർട്ടിൻ്റെ അടുത്ത് എത്തിയില്ലേ? ആ ഇവിടെ KFC അവിടെയാണ് അല്ലേ? ഫുഡ് കോർട്ടിൻ്റെ അടുത്തെത്തി. ഇനി എല്ലാവരുടെയും കണ്ണുകൾ KFCയിലോട്ട്. എല്ലാവരുടെയും കണ്ണുകൾ KFCയിലേക്ക്. സാനിക്കും പിസ്സ കഴിക്കണമെന്ന് ഭയങ്കര പ്ലാനിങ്. അപ്പോൾ ഓൾറെഡി പിസ്സ ഒരെണ്ണം ഓർഡർ ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും KFC ആണ്. അപ്പോൾ KFC ഇത് ഓർഡർ ചെയ്യാൻ വേണ്ടി അടുത്ത ടീമിന് പോകുന്നു. വേണ്ടിയില്ലേ? അപ്പോൾ പിസ്സയും വാങ്ങിക്കുന്നുണ്ട്, KFCയും വാങ്ങിക്കുന്നുണ്ട്. KFCയുടെ അവിടെ കുറച്ച് തിരക്കുണ്ട്, പക്ഷേ പിസ്സയുടെ അവിടെ തിരക്കൊന്നുമില്ല. പിസ്സ ഏതാ വാങ്ങിച്ചിട്ടുള്ളത്? അല്ല, ബാർബിക്യൂ ചിക്കനും ക്ലാസിക് ചിക്കനും. ബാർബിക്യൂ ചിക്കനും ക്ലാസിക് ചിക്കനും. KFCയോ? KFC 16 പീസ് 12 പീസ് ഇട്ടാൽ മതി. അത് ബാർബിക്യൂ ചിക്കനോ ഒരെണ്ണം ക്ലാസിക് ചിക്കനോ ഒരെണ്ണം ബാർബിക്യൂ ചിക്കനോ കഴിച്ചു. നമുക്ക് കൊളാബറേഷൻ അതെ. ബാർബിക്യൂ ചിക്കൻ്റെ ടേസ്റ്റ് ചീസ് എനിക്ക് നല്ലോണം.
ആ അത് കഴിക്കണം. ബ്രെഡാ വന്നപ്പോഴേക്കും നിങ്ങൾ പിസ്സ ഒക്കെ തീർത്തു. നിങ്ങൾക്ക് KFC പിസ്സയുടെ വല്ലതും ബാക്കി എനിക്കുണ്ടാ? ഓക്കെ, അതെ, താങ്ക് യു. എങ്ങനെയുണ്ട് ചാലു പിസ്സ? കഴിച്ചോ? പിസ്സ കഴിച്ചു കഴിഞ്ഞ് നെക്സ്റ്റ് KFC. ഒരു യുദ്ധം കഴിഞ്ഞ സ്ഥലം കണ്ടില്ലേ? ടീ ടൈം ഉണ്ടോ അവിടെ? ചാടിക എവിടെ ടീ ടൈം? ആ ടീ ടൈമിന്റെ പേരുണ്ടല്ലോ, പക്ഷെ ഇത് എവിടെ അത്? ഓ അപ്പുറത്തെ സൈഡിലേ. ടീ ടൈമിന്ന് ചായ വാങ്ങിച്ചു, 2 ചായ കുടിച്ചു. 2 ചായ. യെസ് ഒരെണ്ണം ഷിമിക്ക്, ഒരെണ്ണം എനിക്ക്. ബാക്കിയുള്ളവർക്ക് ചായ വേണ്ട, ചിക്കൻ കഴിച്ചാൽ. ഹലോ, ഞാൻ ചായ കുടിക്കാറില്ല കേട്ടാ. ഞാൻ ഇപ്രൂവ്മാണ് കുട്ടിയാ. ഞാനാകെ ഡൗൺ ടൗണിന്റെ ചായ കുടിക്ക. അതാണ് ബെസ്റ്റ് ചായ ഇൻ ദ വേൾഡ്. ഫുഡ് അടി കഴിഞ്ഞ് ഇതാ പോകുന്നു എല്ലാവരും. ഹാനി എവിടെ? ഓക്കെ, ഇവിടെ വന്നാല് മെയിൻലി ഫോട്ടോ എടുക്കുന്നത് ഈ ഭാഗത്ത് വന്നിട്ടാണ്. അപ്പോൾ ആ ഭാഗത്ത് വന്നതാ അമ്മും നൗറിയൊക്കെ ഫോട്ടോ എടുക്കുന്നു. ബേബി ആണെങ്കിൽ അവരുടെ കൂടെ മാക്സിമം ഫോട്ടോ എടുപ്പിക്കുന്നുണ്ട്. ഹാനി ഇവിടെ ഫുൾ വൈബിലാണ്. ചാലു ബാക്കി വന്ന KFCയും കൈ പിടിച്ച് നിൽക്കുകയാണ് വീട്ടിൽ പോയി കഴിക്കാൻ വേണ്ടിയിട്ട്. ആ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയണ്ടില്ലേ? പുറത്തിറങ്ങി ഇന്ന് വണ്ടി പാർക്ക് ചെയ്തിലോടുത്ത് പോവാ. വണ്ടി കയറാൻ നേരെ പോവാം അല്ലേ ചാലു? അപ്പം എല്ലാവർക്കും ബായ് പറയല്ലേ? എങ്ങനെയാണ് ബായ് പറയാ? ഹായ് ബൈ.